അതിനകത്ത് നമുക്ക് സുഷീസ് പല ടൈപ്പ് ഉണ്ട്. ക്രാബ് ഫില്ലിങ് നല്ല എടുത്തിട്ട് അവർ സ്റ്റിർ ഫ്രൈ ചെയ്ത് തരും. ഇത് ആൺപൂക്കളാണ് ഈ നിൽക്കുന്നത് മൊത്തം. ബജ്ജി മുളക്, അത് അമരപ്പയർ നിറച്ചും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് പടർന്ന് കിടക്കുന്നത് കാണാം. 3 നല്ല അടിപൊളി മഴയാണ്. ഇപ്പോഴും ഡോർ തുറന്ന് കഴിഞ്ഞാൽ അകത്തോട്ട് വരെ അടിക്കും. ഹായ് ഗായ്സ്, ഇന്നൊരു ഗാർഡൻ അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെണ്ടയ്ക്ക ഇങ്ങനെ പതുക്കെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2 വെണ്ടയ്ക്ക നിറച്ചും കിട്ടുന്നുണ്ട്. അത് അമരപ്പയർ നിറച്ചും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നിറച്ച് അമരക്കായ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ പച്ചമുളകും കുറച്ചായി തുടങ്ങി. മഞ്ഞൾ, ചേമ്പ്, പാവയ്ക്ക് അത്ര കാര്യമായിട്ടുണ്ടാകുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചെറിയ ചെറിയ പാവയ്ക്കകൾ ഇതുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നത് വെള്ളക്കാന്താരി ഉണ്ടായി തുടങ്ങി. അടിയിൽ ഇഞ്ചി. ഇത് നല്ല തണൽ കിട്ടണോണ്ട് പ്ലാന്റ്സ് നന്നായിട്ടുണ്ട്. ഇതെല്ലാം ഡ്രൈ ഔട്ടായി പോയതിന് ശേഷം കുഴിച്ചെടുക്കുമ്പോൾ എന്തോരം കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങറ്റത്തും കുറച്ച് ചീരയുണ്ട്. ഇവിടെയും ചീരയുണ്ട്, അവിടെയും ചീരയുണ്ട്. കുറച്ച് ക്യാരറ്റ്. പിന്നെ നിൽക്കുന്നത് ഈജിപ്ഷ്യൻ സ്പിനച്ച് എന്ന് പറയും. അതിലൊരു ചെറിയ വെണ്ടയ്ക്കയുടെ കായ പോലെ ഉണ്ടാവും. ഇതാണ് ഈജിപ്ഷ്യൻ സ്പിനച്ചിൻ്റെ കായ. വെണ്ടയ്ക്ക പോലെ തന്നെയാണ്, ഒരു സ്ലൈമി ആയിട്ട്. പക്ഷേ ഇത് നിറച്ച് സീഡുണ്ട്. അത് മൂക്കുന്നതിന് മുമ്പ് പറിച്ച് പച്ചയ്ക്ക് വെറുതെ സ്നാക്കായിട്ട് കഴിക്കാം. മൂത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയുടെ പോലെ തന്നെ നാരാകും. പിന്നെ ഇതിൻ്റെ ഇലയും എഡിബിളാണ്. നമുക്കിതിൻ്റെ ഈ കൂമ്പല പറിച്ചിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിൽ അവിടെ കാണുന്നത് സ്വീറ്റ് പൊട്ടറ്റോയാണ്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് പടർന്ന് കിടക്കുന്നത് കാണാം. പിന്നെ വാഴ, അതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് എനിക്ക് കാണാൻ പാകത്തിനാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് പീച്ചിങ്ങ ഇനിയിപ്പോൾ തണുപ്പാകുമ്പോഴത്തേക്കാണ് കായ്ക്കത്തുള്ളൂ. അതെ, കുറച്ചൊക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് വാടിപ്പോവും. ഇത് ആൺപൂക്കളാണ് ഈ നിൽക്കുന്നത് മൊത്തം. ആൺപൂക്കൾ നിറച്ചുണ്ട്. ഇത് ആദ്യത്തെ സീസണിൽ 2 ഉണ്ടായി. അത് ഞാൻ സീഡ് നിർത്തി. ഇവിടെയും കൂടെ ഉണ്ട്. ഈ 2 ആദ്യത്തെ സീസണിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം ഓഗസ്റ്റ് എൻഡോട് കൂടിയൊക്കെ ഇത് കായ്ക്കാൻ തുടങ്ങും. പിന്നെ ഇത് ചൊരയ്ക്ക നിറച്ചും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ചെറിയൊരു പ്രാണിയുണ്ട്. ആ പ്രാണി ഇതുമ്പോൾ കുത്തും. അപ്പോൾ അതിനെ ഞാൻ പിടിച്ച് കളയുന്നുണ്ട്. അത് കുത്തുമ്പോൾ ദേ കണ്ട, അത് കുത്തിയത് അവിടെ ഇരുന്നിട്ട് തിന്നും. അപ്പോൾ അത് കട്ടായിട്ട് ദേ കണ്ട, അത് കട്ടായിട്ട് പിന്നെ ചീഞ്ഞു പോകും. ഈ നിൽക്കുന്നത് ബജ്ജി മുളകാണ്. ഇതിലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ബജ്ജി മുളക്. ഇതാണ് കായകൾ കുത്തി കഴിയുമ്പോൾ അങ്ങ് ചീഞ്ഞു പോകുന്നത്. ഇതിന് ഒറ്റപ്പെടുത്തും, അത് പിടിക്കുക. അതിൻ്റെ ഇതിന് നല്ല മണമായിരിക്കും. ആ തല മാത്രം കട്ട് ചെയ്ത് കളയും. ചതുരപ്പയർ നിറച്ചും പൂവൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ കായായിട്ടില്ല. അതിനി ഒന്ന് വെതർ കൂൾ ഡൗൺ ആകുമ്പോൾ നോക്കണം. പിന്നെ വഴുതനങ്ങ ഇത്ര ആയിട്ടുള്ളൂ. വെണ്ടയ്ക്കായും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഈ തവണ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയിട്ടില്ല. ഇവിടെയുള്ള ടൊമാറ്റോസ് അത് ഡിയർ വന്ന് കഴിച്ചതിന് ശേഷം അതിപ്പോൾ നന്നായിട്ട് പിന്നെ ഗ്രോ ചെയ്യുന്നില്ല. പയറുതേ 2ാമത്തെ സെറ്റിൽ 3ാമത്തെ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിനകത്ത് നിറച്ചുണ്ട്. ഇവിടുത്തെ ടൊമാറ്റോസ് മാൻ തിന്നിട്ട് വലുതായിട്ട് ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയുള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ട് കുറച്ച് ചീരവിത്ത് പാകാൻ പോവാണ്. ചീരവിത്ത് മാത്രമേ ഇപ്പോൾ പാകുന്നുള്ളൂ. കാരണം ഇനി ഒരു 2 months ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് ലീവ്സ് ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടും. പിന്നെ ഇവിടെ ഉണ്ടായി കിടക്കുന്ന പംകിന് ഒരെണ്ണം ഒരു യെല്ലോ കളറും ബാക്കിയുള്ളതൊക്കെ ഒരു ഓറഞ്ച് കളറുമാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഗാർഡൻ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് തെർമോക്കോൾസ് ഇരുന്നത് വെച്ചിട്ട് അവനൊരു സ്ലൈഡ് ഉണ്ടാക്കിയതാണ്. സ്ലൈഡ് ചെയ്തോളൂ. യെസ്. അപ്പോൾ അതേ നൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. 7:30 ആയി. പക്ഷേ ചെറിയ വെട്ടമുണ്ട്. അതേ ഇവിടെയുള്ള തക്കാളിയൊക്കെ പറിച്ചു. ഇവിടുത്തെ പുല്ലൊക്കെ ചെത്തി. ഇതെല്ലാനും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആ ഗാർഡൻ ബെഡിൽ ഇങ്ങനെ അങ്ങ് ഞാൻ സ്പ്രെഡ് ചെയ്ത് ഇടും. അപ്പോൾ അതൊരു മെത്ത പോലെയാകും. പിന്നെ ഇവിടെ ഞാൻ വാഴല ഇങ്ങനെ ചോപ്പ് ചെയ്താണ് ഇട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിയുമ്പം അതിൻ്റെ വള്ളി ഭയങ്കരമായിട്ട് നമ്മൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോഴും അതുമ്പോൾ പിടിച്ച് കിടക്കും. ഗാർഡൻ ബെഡ് റെഡിയായിട്ട് കിടപ്പുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങണം. ആ സൈഡിൽ ഞാൻ കുറച്ച് കാർഡ്ബോർഡ് ഇട്ട് കൊടുത്തേക്കുവാണ്, അവിടെ നിന്ന് പുല്ല് വീണ്ടും കയറാതിരിക്കാൻ. പിന്നെ ഈ സൈഡ് ഒന്ന് ചെത്തി കയറ്റിയിട്ടുണ്ട്.
ഇത് 2 ഞാൻ നിർത്തിയേക്കുന്നത് ഇത് സീഡിനാണ്. ഇത് മുള്ളൻചീരിയാണ്, അതിൻ്റെ സീഡ് എടുക്കാൻ നിർത്തിയേക്കുന്നതാണ്. പിന്നെ ഇതേ ഒരു ക്യാബേജ് ലാസ്റ്റ് വിൻ്ററിൽ അത് പുഴുക്കൾ തിന്ന് തീർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇലകൾ ഫ്രഷായിട്ട് പുഴു കുത്താതെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നോക്കാനാണ്. ഇത് കുറേ ബ്രാഞ്ചസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. വിൻ്റർ ആകുമ്പോൾ ചിലപ്പോൾ അതുമ്പോൾ നന്നായിട്ട് ലീവ്സ് എങ്കിലും കിട്ടും. അതുകൊണ്ട് അതിനെ ഞാനവിടെ നിർത്തി. ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. പക്ഷേ നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡിൽ കൂടെ നല്ല മഴ പോകുന്നുണ്ട്, അതിൻ്റെയാണ് ഈ കാണുന്നത്. ഇന്നലെ കാണിച്ചു തന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ നിറച്ചു ഇലയൊക്കെയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മാനിവിടെ കയറി ഇലകൾ നന്നായിട്ട് തിന്നിട്ട് പോയിട്ടുണ്ട്. നല്ല വെയിൽ വരുന്ന സമയമാണ്. പക്ഷേ കണ്ട, ഇപ്പോൾ ക്യാമറയിൽ കുറച്ച് വെട്ടമൊക്കെ തോന്നും, പക്ഷെ നല്ല ഇരുണ്ട് നിൽക്കുവാണ്. മൊത്തം മഴ പെയ്തു. അത്യാവശ്യം എല്ലാ ചെടികളും നനഞ്ഞു കിട്ടി. അടിപൊളി മഴ. ഗാർഡൻ വർക്കൊക്കെ കഴിഞ്ഞ് ഇന്നൊരു ലഞ്ച് കഴിക്കാനായിട്ട് പുറത്ത് വന്നതാണ്. ഇതൊരു ബൊഫയാണ്. അതിനകത്ത് നമുക്ക് സുഷീസ് പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റിർ ഫ്രൈ ചെയ്യേണ്ടത് നമ്മൾ തന്നെ നൂഡിൽസും മീറ്റൊക്കെ എടുത്തിട്ട് അവർ സ്റ്റിർ ഫ്രൈ ചെയ്ത് തരും. ഇത് 2-3 ഐറ്റംസ്. ഇത് മസിൽസ് ഉണ്ട്, പ്രോൺസ്. ഇത് പ്രോൺസ് ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ 2 മഷ്റൂം. ഇതിനകത്ത് ചീസാണ്, ക്രീം ചീസ് ഉണ്ട് ഇതിനകത്ത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെയുള്ളൊരു സംഭവമാണ് ഇതെങ്ങനെ ഷെല്ലിനകത്ത് ക്രാബ് ഫില്ലിങ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ച് ഡെസേർട്ട്. ഇങ്ങനത്തെ 2-3 ടൈപ്പ് കേക്ക്സ് ഉണ്ട്. പുഡിങ്, ഇതും ഒരു പുഡിങ്ങാണ്. മാഷ്മെല്ലോ ഓറഞ്ച് പുഡിങ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ 2 ഫ്രൂട്ട്സ്. ഇത് സെസമി ബോള്. ഇത് ഷുഗർ ബൺ. ഇതിൻ്റെ പേര് മറന്നുപോയി. ഇതിനകത്ത് ചീസൊക്കെ ഇട്ടിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. 2 ഫ്ലേവർ ഐസ്ക്രീമും. അപ്പോൾ ഇത് ഐസ്ക്രീമൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ബാക്കി കഴിക്കട്ടെ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്കും നല്ല അടിപൊളി മഴയാണ്. നന്നായിട്ട് ഇടി വെട്ടുന്നുണ്ട്, ഇടിമിന്നലും ഉണ്ട്. ഇപ്പോൾ സമയം 1:30 നല്ല ഇരുണ്ട് മൂടിയ കണക്ക്. സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഓണായിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റാത്ത കണക്ക് ഉള്ള മഴയാണ്. ഇപ്പോൾ സമയം 3 o'clock. നല്ല അടിപൊളി മഴയാണ് ഇപ്പോഴും. നല്ല കാറ്റും വീശുന്നുണ്ട്. ഞാനിവിടെ ഡോറ് തുറന്നു വന്നിട്ടിട്ട് അവിടുന്ന് അകത്തോട്ട് വരെ വെള്ളം തെറിച്ച്. വെള്ളം ഇങ്ങനെ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് വരെ അടിക്കും.